ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കിവിടെ കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കൂണൊന്ന് വൃത്തിയാക്കാൻ പോവാണ്. ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിത് കുറച്ച് സമയം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് സമയം ഇതിട്ട് വെക്കും. നന്നാക്കി എടുക്കലാണ് പണി. അങ്ങനെ നമ്മളിത് ഓരോന്നായിട്ട് നോക്കി ചെളിയൊക്കെ കളഞ്ഞ് നല്ലതൊക്കെ നോക്കി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കൂണെന്ന് പറയുന്ന സാധനം. പിന്നെ ഇത് നന്നാക്കി എടുക്കലാണൊരു ടാസ്ക്. എല്ലാം ചെളി കളഞ്ഞ് നന്നാക്കി എടുത്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പുതിയൊരു മോഡലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ തൂക്കിക്കൊടുത്ത് അതിനകത്ത് 2 വാഴയുടെ ഇല വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ സവാളയും പിന്നെ തക്കാളിയും പിന്നെ അതുപോലെ 2 പച്ചമുളകും ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ച കൂണിനെ നമ്മളതിലേക്ക് കഴുകി മാറ്റി കഴുകി ഒന്ന് കോരിയെടുത്തിട്ട് അതിലേക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഇതാക്കി പിഴിഞ്ഞ് കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില, ഉപ്പ് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ, അതും കൂടെ കൊടുത്തിട്ട് നല്ലോണം കൈ വെച്ചൊന്ന് തിരുമ്മിയെടുത്തിട്ട് ഒരു വാഴയുടെ ഇല വെച്ചിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് നമ്മളിത് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ്. ഇത് ആവി കയറ്റി വേവിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് കൂൺ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദായിട്ടുണ്ട് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൂൺ കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. ബൈ ബൈ.